കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥവിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. നിത്യമഹോന്നതമ ഉത്താനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൽ ഉത്തമരക്ഷയുമേകുന്നു. അക്ഷയമവനുടെ ആത്മാവിൽ ഉത്തമരക്ഷയുമേകുന്നു. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥവിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞങ്ങളുള്ള സ്നേഹത്താൽ മനുഷ്യനായി അവതരിക്കുകയും പീഡാസഹനവും കുരിശുമരണവും ഉത്ഥാനവും വഴി ഞങ്ങളെ വീണ്ടെടുത്ത് ദൈവമക്കളാക്കുകയും ചെയ്ത മിശിഹായെ, അങ്ങയുടെ മഹത്വത്തിനും ഞങ്ങളുടെ നന്മയ്ക്കുമായി ഞങ്ങൾ പ്രതിഷ്ഠിക്കുന്ന ഈ രൂപം ആശീർവദിക്കണമേ. ലോകാവസാനത്തോളം ഞങ്ങളോട് കൂടെയുള്ള അങ്ങയുടെ സജീവ സാന്നിധ്യത്തിന്റെ രക്ഷാകര പ്രവൃത്തിയുടെയും അനുഗ്രഹ സ്മരണ ഈ രൂപം ഞങ്ങൾ ഒഴിവാക്കട്ടെ. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങൾ എന്റെ അടുക്കൽ വരുവിൻ എന്ന് അരുളിച്ചത് മിശിഹായെ, അങ്ങയുടെ പക്കൽ നിരന്തരമാണ് എപ്പോഴും എന്നേക്കും. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തണമേ. ഇതുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കും. അനന്തമായ സ്നേഹത്താൽ മനുഷ്യനെ സൃഷ്ടിക്കുകയും പ്രതീക്ഷ അവന് വാസസ്ഥലമായി നൽകുകയും ചെയ്ത കാരുണ്യവാനായ ദൈവമേ, അങ്ങയുടെ പൈതൃകമായ പരിപാലനെ ഞങ്ങൾ സ്തുതിക്കുന്നു. അങ്ങയുടെ സാന്നിധ്യത്താൽ ഈ ഭവനത്തെയും ഇതിലെ നിവാസികളെയും ആശീർവദിക്കണമേ. ആത്മീകവും ശാരീരികവുമായ എല്ലാ വിപത്തുകളിൽ നിന്നും ഇവരെ കാത്തുകൊള്ളുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. കർത്താവിന്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. പച്ചവിരിച്ച പുൽത്തകളിലൂടെ നിന്നെ മേയ്ക്കും, പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടെ നിന്നെ നയിക്കും. അവിടുന്ന് എന്റെ കൂടെയുള്ളതിനാൽ മരണത്തിന്റെ താഴ്വരയിൽ കൂടി നടക്കുവാനും ഞാൻ ഒട്ടും ഭയപ്പെടുകയില്ല. അവിടുത്തെ നന്മയും കരുണയും എന്നും എന്നെ പിന്തുടരും. എന്റെ ആയുഷ്കാലം മുഴുവനും കർത്താവിന്റെ ഭവനത്തിൽ ഞാൻ വസിക്കും.
പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. കർത്താവിന്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. ഞങ്ങൾ ദൈവമായ കർത്താവേ, ഈ ഭവനത്തെ അങ്ങയുടെ വാസസ്ഥലമായി സ്വീകരിക്കണമേ. അങ്ങയുടെ തിരുമനസ് നിറവേറ്റുകയും അങ്ങയെ മഹത്വപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് സ്വർഗീയ ഭവനമാക്കി ജീവിക്കുവാൻ ഈ കുടുംബാംഗങ്ങളെ സഹായിക്കണമേ. അങ്ങ് കൂടെ ഉള്ളപ്പോൾ ഒന്നിനും കുറവുണ്ടാവില്ലെന്ന ബോധ്യം ജീവിതക്ലേശികർക്ക് ആശ്വാസം നൽകുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പന പാലിക്കും. ഇന്നൊരു ചെയ്ത വിശുദ്ധായി അങ്ങേ വചനം ശ്രവിക്കുവാനും അങ്ങേ തിരുഹിതം നിറവേറ്റുവാനും ഞങ്ങളെ സഹായിക്കണമേ. മുന്തിരി ചെടിയോട് ചേർന്ന് നിൽക്കുന്ന ശാഖ പോലെ ധാരാളം ഫലം പുറപ്പെടുവിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കുകയും ചെയ്യണമേ. ദൈവമേ, ജീവൻ നൽകും സുവിശേഷം ഗ്രഹിച്ചു ഞങ്ങൾ ജീവിതത്തിൽ പകർത്തിടാം. ദാസരാകും ഞങ്ങൾ തൻ ബുദ്ധിമാനസശക്തികളെ, ദാസരാകും ഞങ്ങൾ തൻ ബുദ്ധിമാനസശക്തികളെ ദീപ്തമാക്കിയിടേണമേ, യോഗ്യമാക്കിയിടേണമേ, ദീപ്തമാക്കിയിടേണമേ, യോഗ്യമാക്കിയിടേണമേ. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. നമ്മുടെ കർത്താവിന്റെ സുവിശേഷം. ഞാൻ നിങ്ങളോട് പറയുന്നു, എന്ത് ഭക്ഷിക്കും, എന്ത് പാനം ചെയ്യും എന്ന് ജീവനെ കുറിച്ചോ, എന്ത് ധരിക്കും എന്ന് ശരീരത്തെ കുറിച്ചോ നിങ്ങൾ ഉത്കണ്ഠാകുലരാകേണ്ട. ഭക്ഷണത്തെക്കാൾ ജീവനും വസ്ത്രത്തെക്കാൾ ശരീരവും ശ്രേഷ്ഠമല്ലേ? ആകാശത്തിലെ പക്ഷികളെ നോക്കുകയും അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ ശേഖരിക്കുന്നുമില്ല. എങ്കിലും നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് അവയെ തീറ്റി പോറ്റുന്നു. അവയെക്കാൾ എത്രയോ വിലപ്പെട്ടവരാണ് നിങ്ങൾ. ഉത്കണ്ഠ മൂലം ആയുസ്സിന് ദൈർഘ്യം ഒരു മുഴുവെങ്കിലും കൂട്ടാൻ നിങ്ങളിൽ ആർക്കെങ്കിലും സാധിക്കുമോ? വസ്ത്രത്തെ പറ്റി നിങ്ങൾ എന്തിന് ആകുലരാകുന്നു? വയലിലെ ഇലകൾ എങ്ങനെ വളരുന്നു എന്ന് നോക്കുക. അവ അധ്വാനിക്കുന്നില്ല, നൂൽ നോക്കുന്നുമില്ല. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, സോളമൻ പോലും തന്റെ സർവ്വമഹത്വത്തിലും ഇവയിൽ ഒന്നിനെ പോലെ അലങ്കൃതനായിരുന്നില്ല. ഇന്നുള്ളതും നാളെ അടുപ്പിലറിയപ്പെടുന്നതുമായ പുല്ലിനെ ദൈവം ഇപ്രകാരം അലങ്കരിക്കുന്നുവെങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങളെ അവിടെ എത്രയധികം അലങ്കരിക്കുകയില്ല. അതിനാൽ എന്ത് ഭക്ഷിക്കും, എന്ത് പാനം ചെയ്യും, എന്ത് ധരിക്കും എന്ന് വിചാരിച്ച് നിങ്ങൾ ആകുലരാകേണ്ട. വിജാതിയിലാണ് ഇവയെല്ലാം അന്വേഷിക്കുന്നത്. നിങ്ങൾക്ക് ഇവയെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ സ്വർഗീയ പിതാവ് അറിയുന്നു. നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. അതിനാൽ നാളെയെ കുറിച്ച് നിങ്ങൾ ആകുലരാകരുത്. നാളത്തെ ദിനം തന്നെ അതിനെ കുറിച്ച് ആകുലപ്പെട്ടുകൊള്ളും. ഓരോ ദിവസത്തിലും അതിന്റെ ക്ലേശം മതി. കുടുംബാംഗങ്ങളെ, ബന്ധുമിത്രാദികളെ, നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു സന്തോഷത്തിന്റെ നിമിഷത്തിലൂടെയാണ് കടന്നു പോകുന്നത്. നീണ്ട വർഷങ്ങൾ നീണ്ട പ്രാർത്ഥനയുടെ ഫലമായിട്ട് ഇന്ന് ഈ ഭവനം ഈശോയുടെ നാമത്തിൽ നമ്മൾ ആശീർവദിക്കുകയാണ്. തീർച്ചയായിട്ടും ആദ്യമേ നമുക്ക് നന്ദി പറയേണ്ടത് നല്ല തമ്പുരാനാണ്. ഇത്ര മനോഹരമായ ഒരു ഭവനം പണിയുവാൻ നമ്മളെല്ലാവരും ആശിച്ചാലും ദൈവം പ്രവർത്തിക്കുന്നില്ലെങ്കിൽ അതൊരിക്കലും നടക്കുകയില്ല. തീർച്ചയായിട്ടും നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. വചനത്തിൽ പറയുന്നുണ്ടല്ലോ, കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ ഫലമെല്ലാം നിഷ്ഫലമാണ്. തീർച്ചയായിട്ടും ദൈവത്തിന്റെ അക്കരം പിടിച്ച് ഇത്ര മനോഹരമായ ഈ ദേവാലയം പണിയാൻ സാധിച്ചതിന് സർവശക്തനായ ദൈവത്തിന് നമുക്ക് നന്ദി പറയാം.
നമുക്കറിയാം 2019 കാലഘട്ടം നമ്മളെയൊക്കെ ഞെടുക്കിയ ഒരു സംഭവമായിരുന്നു കോവിഡ്-19 ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ പലർക്കും ആർക്കും തന്നെ ദേവാലയത്തിലൊക്കെ വരാൻ സാഹചര്യം ഇല്ലാത്തൊരവസ്ഥയിൽ അന്ന് വൈദികര് പ്രകാരം ഒരു അനൗൺസ്മെന്റ് നടത്തിയിരുന്നു. നിങ്ങളുടെ ഭവനം നിങ്ങൾ ദേവാലയമാക്കി മാറ്റണം. നിങ്ങളുടെ ഭവനത്തിന് നിങ്ങൾ ബലിയർപ്പിക്കണം. മുറിയപ്പെടുന്നവരാണ്. തീർച്ചയായിട്ടും ഇന്ന് ഈ ഭവനം പണിത് ഇവിടെ ആയിരിക്കുമ്പോൾ ഒന്നാമതായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മൾ ആഗ്രഹിക്കേണ്ടതും നമ്മൾ ചെയ്യേണ്ടതും നമ്മുടെ ഭവനം ഇപ്പോൾ ഒരു ദേവാലയമായിരിക്കണം. ദൈവം വസിക്കുന്ന ആലയമാകണം. ഇവിടെ ദൈവമാണ് ഇന്ന് നമ്മോട് കൂടെ ഉള്ളത്. നമുക്കറിയാം, ഉദ്ധിതനായ ക്രിസ്തുവിന്റെ തിരുനാളിന് ശേഷം നമ്മളെല്ലാവരും മറ്റൊരു പുതിയൊരു പെന്തക്കോസ്ത തിരുനാളിന് വേണ്ടി നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ നിമിഷം മിശിഹായുടെ രൂപത്തില് വൈദികര് ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ ഒരു പരിശുദ്ധാത്മാവിന്റെ വലിയ ആവാസം ഈ ഭവനത്തിലേക്ക് കടന്നു വന്ന് ഒരു കൃപയിൽ നിറയുന്ന നിമിഷമാണ് ഉദാസ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ നിമിഷം പ്രാർത്ഥിക്കാം. ഇതൊരു ദൈവത്തിന്റെ